ഇറാനിലും പശ്ചിമേഷ്യയിലും നടക്കുന്ന യുദ്ധത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അയവ് വരുന്നില്ല എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. യുദ്ധം ഇനിയും മുമ്പോട്ട് കൊണ്ടുപോകും എന്ന സൂചനയാണ് US-ൻ്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന സൂചനകൾ. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സീസ് ഫയറിൻ്റെ സാധ്യത പ്രസ്താവനകളിൽ നിന്ന് നമുക്ക് ലഭ്യമല്ല. നെതന്യാഹുവിൻ്റെ പ്രസ് കോൺഫറൻസിലും മറ്റ് പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും യുദ്ധക്കൊതി അവസാനിച്ചിട്ടില്ല എന്നാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല എന്നാണ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പറയുന്നത്. US ഇസ്രായേൽ യുദ്ധം തുടരുമെന്നാണ് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് പറയുന്നത്. യുദ്ധം എപ്പോൾ നിർത്തണമെന്ന തീരുമാനം ട്രംപിൻ്റെതാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് നേടിക്കഴിഞ്ഞു എന്നാണ് പീറ്റ് ഹെഗ്സത്ത് പറയുന്നത്. സൗത്ത് പാഴ്സ് എണ്ണപ്പാടത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറാൻ്റെ എണ്ണപ്പാടത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിന് ഇറാൻ കടുത്ത തിരിച്ചടിയാണ് GCCയിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഗൾഫ് രാഷ്ട്രങ്ങളിലെ എണ്ണ ശുദ്ധീകരണ ശാലകൾ ലക്ഷ്യമിട്ട് നിരവധി ആക്രമണങ്ങൾ ഇറാൻ നടത്തിക്കഴിഞ്ഞു. കുവൈറ്റിലെയും UAEയിലെയും സൗദിയിലെയും എണ്ണ ശുദ്ധീകരണ ശാലകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുകയുണ്ടായി. യുദ്ധം ഒരു കൈവിട്ട കളിയായി മാറിയിരിക്കുകയാണ്. ഇതിന് ഏറ്റവും വലിയ വില നൽകുന്നത് GCC രാജ്യങ്ങളാണ്.